ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന പോർഷനിൽ ലിമിറ്റിന്റെ തിയറി പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പോർഷൻ, അതായത് നമ്മുടെ ഡെറിവേറ്റീവ്സ്, അത് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം ഈ ലെസണിലെ. ഓക്കെ, അപ്പം ലിമിറ്റ്സിന്റെ പോർഷൻ മനസ്സിലായല്ലോ. എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എഫ് ഓഫ് എ. ഓക്കെ, ദ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി നമ്മൾ പറഞ്ഞത് ഈ പോയിന്റ് എ എന്ന പോയിന്റിൽ ആ എക്സിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ മൈനസ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ എൽ എച്ച് എൽ എന്ന് പറയും. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിന്റെ ലിമിറ്റിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എന്ന് പറയും. അതിന് ആർ എച്ച് എൽ എന്നും പറയും. ഇത് രണ്ടും കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് എൽ എച്ച് എല്ലിന് ഈക്വൽ ആവണം, എഫ് ഓഫ് എക്കും ഈക്വൽ ആകണം. ഈ മൂന്ന് വാല്യൂസും സെയിം ആയാൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പർട്ടിക്കുലർ ഫംഗ്ഷൻസിന് അറ്റ് ദാറ്റ് പോയിന്റ് ദ ഡെറിവേറ്റീവ്സ് ആൾസോ ഡെറിവേറ്റീവ് ഉണ്ടാവും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സിംപ്ലി ഇത്രേ ഉള്ളൂ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച്. അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ എക്സ് പ്ലസ് 0.001, അതായത് എ സ്മോൾ വാല്യൂ ഓഫ് എച്ച്, എക്സ് എന്ന വാല്യൂ ഒരു സ്മോൾ ചേഞ്ച് ഓഫ് എച്ച് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ വാല്യൂ എഫ് ഓഫ് എയും എഫ് ഓഫ് എ പ്ലസ് എച്ചും ഈക്വൽ, അപ്രോക്സിമേറ്റ് ഈക്വൽ ആവുകയാണെങ്കിൽ അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡിഫറൻസിയേഷൻ. അപ്പം ഡിഫറൻസിയേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന്റെ, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു ഉണ്ടെങ്കിൽ അവിടെ ആ പോയിന്റ് അതിന്റെ അടുത്ത പോയിന്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എത്രയാണോ അതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫംഗ്ഷൻ y ആണ്, y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ dy ബൈ ഡി എക്സ് എന്ന് പറയും, dy ബൈ ഡി എക്സ് എന്ന് പറയും. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സിംപ്ലി എഫ് ഡാഷ് എക്സ് എന്ന് പറയും. ഓക്കെ, ഈ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ലിമിറ്റ് ഓഫ് എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ ആ സ്മോൾ ചേഞ്ച്, എക്സ് എയിൽ നിന്നും എ പ്ലസ് എച്ചിലേക്ക് മൂവ് ചെയ്യുന്ന ആ സ്മാൾ ചേഞ്ച് ആണ് എച്ച്. ആ എച്ച് ടെൻസ് ടു 0 ആകുമ്പോഴേക്കും എഫ് എക്സിന് ഉണ്ടാകുന്ന ചേഞ്ച് എന്താണോ അതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആണ്. ഇതാണല്ലോ നമ്മൾ ലിമിറ്റ് എന്ന പോർഷനിൽ പഠിച്ചത്. അതായത് എഫ് ഓഫ് എക്സ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. അപ്പം എക്സിന്റെ എ എന്ന പോയിന്റിൽ കർവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കണമെങ്കിൽ, അതായത് എ എന്ന പോയിന്റിൽ ലിമിറ്റ് ഉണ്ട് എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ക്ലിയർ ആയല്ലോ. ഒരു ഫംഗ്ഷന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഡെറിവേറ്റീവ് കാണാൻ പറ്റൂ. ഇനി ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സും ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എ എന്ന പോയിന്റിൽ ലിമിറ്റ് ഈ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ എയുടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള എ പ്ലസ് എച്ച് എടുക്കണം. ഓക്കെ, അപ്പം ലിമിറ്റ് ഓഫ് എഫ് ഓഫ് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ് ഡെറിവേറ്റീവ്. സിംപ്ലി പറഞ്ഞാൽ നിങ്ങൾ സ്ട്രേറ്റ് ലൈനിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചില്ലേ, ഒരു കർവിന്റെ സ്ലോപ്പ്, അത് തന്നെയാണ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സ് ഫസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത്, ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. അതിന്റെ ടാൻജന്റ് ആണ്, അതായത് മീൻസ് അതിന്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻജന്റ്, അതിന്റെ ടാൻജന്റ് ആണ് അല്ലെങ്കിൽ അതിന്റെ സ്ലോപ്പാണ് അതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ കർവ്, ആ കർവിന്റെ പർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജന്റ് കണ്ടുപിടിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ,
അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അതായത് എക്സ് ആക്സിസുമായിട്ട് അത് എത്ര ചായം ഉണ്ടാക്കുന്നു കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഡെറിവേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് ഈ പോയിന്റിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എ, ഈ പോയിന്റിൽ ഫംഗ്ഷൻ എഫ് ഓഫ് എ പ്ലസ് എച്ച് അല്ലേ. ഇനി എയും എ പ്ലസ് എച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എച്ച്. ആ എച്ചിന്റെ വാല്യൂ വളരെ സ്മോൾ, ഇറ്റ് ഇസ് ടെൻസ് ടു 0. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ വരും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ, അതിന്റെ റേറ്റ് ആണെന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിവൈഡഡ് ബൈ എച്ച്, ഇറ്റ് ഈസ് എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് അറ്റ് എ. ക്ലിയർ ആയല്ലോ. ഇതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ എഫ് എക്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് എ എന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഇങ്ങനെയാവും, ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എ. അപ്പം നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് പോയിന്റ്, ദാറ്റ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അപ്പം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു പോയിന്റ് വേണം, അതിന്റെ ജസ്റ്റ് നിയർ ആയിട്ടുള്ള അടുത്ത പോയിന്റ് വേണം. നമ്മളിവിടെ ഒരു പോയിന്റ് എയും അത് ജസ്റ്റ് നിയർ ആയിട്ടുള്ള അടുത്ത പോയിന്റ് എ പ്ലസ് എച്ചുമായിട്ട് എടുത്തു. അപ്പൊ അതിന്റെ റേറ്റ്, അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ചേഞ്ചിന്റെ റേറ്റ്, അതായത് ഈ പോയിന്റിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് എച്ച്, ഈ പോയിന്റിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ. എന്നിട്ട് ഒരൊറ്റ പർട്ടിക്കുലർ കണ്ടീഷനേ ഉള്ളൂ, എച്ച് ഇസ് വെരി നിയർ ടു 0, ദാറ്റ് ഇസ് എച്ച് ടെൻസ് ടു 0. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് അറ്റ് എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് അല്ല, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്, ദാറ്റ് ഇസ് എഫ് ഡാഷ് എക്സ്. ഇത് എഫ് ഡാഷ് എക്സ് അറ്റ് എ. ഇരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് റിസൾട്ട്സ് പഠിക്കാം. അതിൽ ഏറ്റവും പ്രധാനമാണ് ഡി ബൈ ഡി എക്സ്, അതായത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു എന്നുള്ളതിന്റെ നൊട്ടേഷൻ ആണ് ഡി ബൈ ഡി എക്സ്. ഇനി ഈ സൈഡിൽ എഴുതുന്ന ഡിയുടെ കൂടെ ചേർത്ത് എഴുതുന്നത് ആ ഫംഗ്ഷൻ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയും. ഇതാണ് ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ. ഈ ഡി ബൈ ഡി എക്സ് ആണ് ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ ഇടവില്ല, ഇൻറ്റു ഡിവൈഡഡ് ബൈ എന്നുള്ള ആ ചിഹ്നങ്ങൾക്ക് പകരമാണ് ഇവിടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ഡി ബൈ ഡി എക്സ് ഇടുന്നത്. വൈ എന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഇനി നമ്മൾ ഒന്ന് രണ്ട് റിസൾട്ട്, ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ, that is n into x raised to n minus 1 by dx of x raised to k into x, that is k എന്നൊരു കോമൺ ആയതുകൊണ്ട് k into d by dx of x. d ഇവിടെ നമുക്കറിയാവുന്നത് dx by dx എപ്പോഴും 1 ആണ്. ഓക്കെ. അപ്പം that is equal to k. Then d by dx of k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫംഗ്ഷൻ ആണോ? അല്ല, ഒരു റിയൽ വാല്യൂ ആണ്. അപ്പം അതിന്റെ ഡെറിവേറ്റീവ്, അതായത് അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് സംഭവിക്കണില്ല, ദാറ്റ് ഈസ് ഇക്വൽ ടു 0 അല്ലേ. ഒരു ഫംഗ്ഷൻ, അതായത് ഒരു വേരിയബിൾ വരുമ്പോൾ ആ വേരിയബിളിന്റെ വാല്യൂ 1ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ അതിന് എന്തെല്ലാം ചേഞ്ചസ് വരുന്നു, അതിന്റെ റേറ്റ് എങ്ങനെയാണ്, അതാണ് ഡെറിവേറ്റീവ് കൊണ്ട് കണ്ടുപിടിക്കുന്നത്. ഇവിടെ കോൺസ്റ്റന്റ് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. അപ്പൊ ഒന്നെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. സോ ഇറ്റ് ഇസ് 0. ഓക്കെ. അപ്പം ഇതെല്ലാം ക്ലിയർ ആയല്ലോ. 1, 2, 3. ഓക്കെ. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, അത് 1. ലോഗരിതമിക് ഫംഗ്ഷൻ ഡി ബൈ ഡി എക്സ് ഓഫ് log x is equal to 1 by x. Next, d by dx of e raised to x, exponential function. അതിന്റെ ഡെറിവേറ്റീവ് ആ വാല്യൂ തന്നെയാണ് e raised to x. ഓക്കെ. d by dx of sin x. പ്രൂഫ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളൊരു പ്രൂഫും പഠിക്കണ്ട, റിസൾട്ട്സ് പഠിക്കുക, ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് അപ്ലൈ ചെയ്യുക. ഓക്കെ. d by dx of sin x, it is cos x. Then d by dx of, അടുത്ത നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയുന്നത് cos x ആയിരിക്കും, ഇറ്റ് ഇസ് മൈനസ് sin x. Then d by dx of tan x is c square x. d by dx of sec x tan x.
ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, ഇത്രയും റിസൾട്ട്സ്, അതായത് 10-12 റിസൾട്ട്സ് കാണാതെ പഠിച്ചോണം. ഇനി ഇതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓരോ കണക്കായിട്ട് ചെയ്യാം, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി തിയറി ഭാഗത്തിൽ ഞാൻ ഒന്നേ വിട്ടിട്ടുള്ളൂ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു. ഓക്കെ.